Hi all, welcome to Study in PSC 10th Prelims Previous Maths Questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/2, 1/4, 1/8, 1/16 ദശാംശ രൂപം എഴുതുക. സൊല്യൂഷൻ ഇത് സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യാനാണ്. ഇവിടെ ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിനോമിനേറ്ററിൽ 2 തുടങ്ങുന്ന 2ന്റെ ഇരട്ടി വീതമാണ് വന്നിരിക്കുന്നത്. അതായത് 2, 4, 8, 16 ഇങ്ങനെ ഒരു പാറ്റേണിൽ വന്നാൽ ഇത് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ്. ഡിനോമിനേറ്ററിൽ LCM വരും, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ LCM ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ 2ന്റെയും 4ന്റെയും 8ന്റെയും 16ന്റെയും ലസാഗു 16 ആണ്. ലസാഗു കണ്ടുപിടിക്കാനുള്ള ട്രിക്കുണ്ട്. തന്നിരിക്കുന്ന സംഖ്യകളിലെ വലിയ സംഖ്യ ബാക്കിയുള്ള സംഖ്യകളുടെ എല്ലാം മൾട്ടിപ്പിൾ ആണെങ്കിൽ അതായിരിക്കും ലസാഗു. അപ്പൊ ഈ 2, 4, 8, 16 ഇതിലെ വലിയ സംഖ്യ 16 ആണ്. 16 2ന്റെയും 4ന്റെയും 8ന്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടുത്തെ ലസാഗു 16 ആയിരിക്കും. അപ്പൊ ഇവിടെ ലസാഗു ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ വരുന്നത് ഈ ലസാഗു -1 ആയിരിക്കും. അപ്പൊ ഇവിടെ 16 - 1 15. 15/16 ആണ് ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് ഇങ്ങനെ ഒരു പാറ്റേണിൽ വന്നാൽ മാത്രം ന്യൂമറേറ്ററിൽ 1 വരികയും ഡിനോമിനേറ്ററിൽ 2ൽ തുടങ്ങി 2ന്റെ ഇരട്ടി വീതമാണ് വരുന്നതെങ്കിൽ ലസാഗു ഡിനോമിനേറ്ററിൽ വരും, ന്യൂമറേറ്ററിൽ ലസാഗു -1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 15/16 കിട്ടി. ഇനി 15/16 ചെയ്താൽ മതി. 15/16 15ൽ അടങ്ങത്തില്ല, അപ്പൊ ഒരു പോയിന്റ് ഇട്ടു, ഒരു 0 കൊടുത്തു. 16, 9, 144. 0.9ൽ തുടങ്ങുന്ന ഒരു ആൻസർ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി 0.9375 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇത് മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാം. അതായത് ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കുക, എന്നിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 1/2, 1/2നെ 50/100 ആക്കുക. അതായത് ഞാനിപ്പോ ഡിനോമിനേറ്ററിനെ 100ലോട്ടാണ് മാറ്റുന്നത്. ഇപ്പൊ ഡിനോമിനേറ്റർ ഇവിടെ 100 ആയി. ഇതിന്റെ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ 100 ആക്കാം. ഈ 1/2ന്റെ പകുതിയാണ് 1/4, 1/4ന്റെ പകുതിയാണ് 1/8, 1/8ന്റെ പകുതിയാണ് 1/60. അപ്പൊ ഇവിടെ 1/2 50/100 ആണെങ്കിൽ 1/4 ഇതിന്റെ പകുതി ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് 25/100 ആയിരിക്കും 1/4. 1/8 1/4ന്റെ പകുതി, അപ്പൊ അത് 25ന്റെ പകുതി 12.5, 12.5/100 ആയിരിക്കും 1/8. 1/16 ആകുമ്പോൾ 1/8ന്റെ പകുതിയാണ്. അപ്പം അത് 1/16 = 12.5യുടെ പകുതി 6.25, അതായത് 6.25/100. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത് തമ്മിൽ ആ ഭിന്നസംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിനോമിനേറ്റർ സെയിം തന്നെ ആയിരിക്കും. ഈ 100 തന്നെ ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 50 + 25 + 12.5 + 6.25. അപ്പൊ ഇവിടെ 50, 25, 75, 75 12.5, 87.5, 87.5, 6.25. അതായത് 87, 6, 93, 6.25, 3/4. അപ്പൊ 93.75 എന്ന് വരും. അതായത് 93.75 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 0.9375. അപ്പോഴും ആൻസർ ഓപ്ഷൻ സി കിട്ടി. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1/2² + 1/√4² വില എത്ര? സൊല്യൂഷൻ ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 1/2², 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 1/4 + 1/√4². 1ന്റെ സ്ക്വയർ 1, √4ന്റെ സ്ക്വയർ 4. റൂട്ടുള്ള ഒരു സംഖ്യനെ സ്ക്വയർ ചെയ്യുമ്പോൾ ആ റൂട്ട് മാറി സംഖ്യ മാത്രമായിട്ട് വരും. അങ്ങനെയാണ് √4² 4 ആയത്. √a² ഈസ് ഈക്വൽ ടു a ആണ്. അപ്പൊ അവിടെ √4² ആകുമ്പോൾ 4 എന്ന് വരും. അപ്പൊ 1/4 + 1/4. ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും
ഡിനോമിനേറ്ററിൽ ആ സെയിം ഡിനോമിനേറ്റർ തന്നെ വരും. അപ്പൊ ഇവിടെ 4 ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 1 + 1 2, 2/4, 2 2 4, 1/2 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. അല്ലെങ്കിൽ ഈ കാൽഭാഗവും കൂടെ കൂട്ടുമ്പോൾ അരയാണ്, അങ്ങനെ എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 2.5 into 23 minus 1.5 into 23 is equal to എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ 23 കോമൺ ആണ്. അപ്പൊ 23നെ കോമൺ ആയിട്ട് എടുക്കുക. അപ്പൊ 23 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളില് 2.5 മൈനസ് 1.5 is equal to 23 ഇൻറ്റു 2.5 മൈനസ് 1.5. 2ഉം 2ൽ1 എന്ന് പറഞ്ഞാൽ 2.5, 1ഉം 2ൽ1 എന്ന് വെച്ചാൽ 1.5. 2.5 മൈനസ് 1.5 1. 23 ഇൻറ്റു 1 23 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 100ൽ1ന്റെ 12.5 മടങ്ങ് എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിലെ ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്നത് എയും ബിയും ശരിയാണെന്നാണ്. അപ്പൊ എയും ബിയും ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 100ൽ1ന്റെ 12.5 മടങ്ങ് കണ്ടുപിടിക്കാനായിട്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മടങ്ങെന്ന് വെച്ചാൽ ടൈംസ്, എത്ര ടൈംസ് ആണ്. അപ്പൊ 100ൽ1ന്റെ 12.5 മടങ്ങെന്ന് വെച്ചാൽ 100ൽ1 ഇൻറ്റു 12.5 ചെയ്താൽ മതി. 100ൽ1 ഇൻറ്റു 12ഉം 2ൽ1, അത് 2 12 24, 1 25/2. 1/8 കിട്ടി. അപ്പൊ ആൻസർ ഓപ്ഷൻ എ കിട്ടി. 100ൽ1ന്റെ 12.5 മടങ്ങ് 1/8 എന്ന് കിട്ടി. ഇനി ഓപ്ഷൻ ഡിയിൽ എയും ബിയും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ബിയുടെ ആൻസർ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. 12.5% ആണോ എന്ന് നോക്കണം. ഇത് ഓക്കെ. അപ്പൊ ഒരു സാധാരണ ഭിന്നത്തെ ശതമാനമാക്കാനായിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് a/b is equal to a/b into 100% ആയിരിക്കും. ഇത് ഓർത്ത് വെക്കുക. a/b is equal to a/b into 100%. അപ്പൊ ഇവിടെ 1/8 is equal to 1/8 into 100% ആയിരിക്കും. അപ്പൊ ഇത് 1/8 ആകുമ്പോൾ 4 കൊണ്ട് വെട്ടാം. 4 2 8, 4 25 100. 25/2 12.5. 12.5%. ആൻസർ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് അപ്പൊ ഇവിടെ വരുന്നത്. ഓപ്ഷൻ ബി, എയും ബിയും ശരിയാ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനക്കസംഖ്യ അല്ലാത്തത് ഏത്? സൊല്യൂഷൻ. അനക്കസംഖ്യകൾ പ്രധാനപ്പെട്ട 4 എണ്ണമാണ് ഉള്ളത്. അതാണ് PSC എപ്പോഴും ചോദിക്കുന്നത്. അത് 4 കാണാതെ പഠിച്ചു വെച്ചാൽ മതി. 6, 28, 496, 8128. ഇത് 4 പ്രധാനപ്പെട്ട 4 അനക്കസംഖ്യകൾ, അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ, അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് പരിപൂർണ സംഖ്യ. ഇത് 4 കാണാതെ പഠിച്ചു വെക്കുക. ഏറ്റവും ചെറിയ അനക്കസംഖ്യ 6 ആണ്. അതുപോലെ ഒരക്കമുള്ള അനക്കസംഖ്യ 6 ആണ്. 2 അക്കമുള്ള അനക്കസംഖ്യ 28 ആണ്. 3 അക്കമുള്ള അനക്കസംഖ്യ 496 ആണ്. 4 അക്കമുള്ള അനക്കസംഖ്യ 8128 ആണ്. അപ്പൊ ഇവിടെ അനക്കസംഖ്യ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ സി എയും ബിയും ശരിയാണ്, ഓപ്ഷൻ ഡി 4. അപ്പൊ ഇവിടെ അനക്കസംഖ്യ അല്ലാത്തത് ഓപ്ഷൻ ഡി 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാത്വിക് 35 ലക്ഷം രൂപയ്ക്ക് ഒരു പഴയ വീട് വാങ്ങുകയും
3 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിക്കുകയും ചെയ്തു. പിന്നെ അവനത് 5% ലാഭത്തിൽ വിറ്റു എങ്കിൽ സാത്വിക്കിന് എത്ര രൂപ കിട്ടി? സൊല്യൂഷൻ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വിറ്റ വിലയാണ്. വിറ്റ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സെല്ലിംഗ് പ്രൈസ് SP is equal to cost price into 100 plus profit percentage divided by 100. കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജും ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് വിറ്റ വില കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് 35 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വീട് 3 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ചെലവഴിക്കുകയും ചെയ്തു. അപ്പം കോസ്റ്റ് പ്രൈസ് ഇവിടുത്തത് 35 3 38 ലക്ഷം രൂപയാണ്. ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് 5%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിറ്റ വില സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് 38 ലക്ഷം രൂപ ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 100 പ്ലസ് 5 105 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 105/100 5 കൊണ്ട് വെട്ടാം. 21 5 105 25 100. അപ്പൊ ഇനി ഇവിടുത്തെ ഈ ഒരു 0 വെട്ടി 2 19 38. ഓക്കെ, അപ്പൊ ഇത് 1,90,000 ഇൻറ്റു 21 എന്ന് വരും. അപ്പൊ 21 ഇൻറ്റു 19 ചെയ്യുക. $399. അപ്പൊ 399 4 0 കൂടി ഇടാം. അപ്പൊ ഇത് 39,90,000 രൂപയാണ് വിറ്റ വില. അതാണ് സാത്വിക്കിന് കിട്ടിയത്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 24 മീറ്ററും 16 മീറ്ററും നീളമുള്ള 2 PVC പൈപ്പുകൾ ഒരേ നീളത്തിലും പരമാവധി നീളത്തിലും മുറിക്കണം. ഓരോ കഷ്ണത്തിന്റെയും പരമാവധി നീളം എത്രയായിരിക്കും? സൊല്യൂഷൻ. ഇവിടെ 24 മീറ്ററും 16 മീറ്ററും നീളമുള്ള 2 പൈപ്പുകൾ ഒരേ നീളത്തിലും പരമാവധി നീളത്തിലും മുറിക്കണം. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് HCF ആണ്, ഉസാഹയാണ്. ഉസാഹ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ 24ന്റെ 16ന്റെ ഉസാഹ കണ്ടുപിടിക്കുക, അതായിരിക്കും ഉത്തരം. ഉസാഹ കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. തന്നിരിക്കുന്ന സംഖ്യകളിലെ ചെറിയ സംഖ്യ കൊണ്ട് ബാക്കിയുള്ള എല്ലാ സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഉസാഹ. അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന സംഖ്യകളെ എല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും ഉസാഹ. അപ്പൊ ഇതൊന്ന് നോക്കാം. 24ന്റെ 16ന്റെ ആണ് ഉസാഹ കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ചെറിയ സംഖ്യ 16. 16 കൊണ്ട് 24നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇല്ല, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ 16 അല്ല ഉസാഹ. പിന്നെ നോക്കേണ്ടത് 24 16 ഈ സംഖ്യകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് നോക്കുക. 24നെയും 16നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ 8 ആണ്. അപ്പം 24ന്റെയും 16ന്റെയും ഉസാഹ 8 ആണ്. 8 മീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു NH റോഡിലെ 3 വ്യത്യസ്ത ജംഗ്ഷനുകളിലെ ട്രാഫിക് ലൈറ്റുകൾ നിരീക്ഷിച്ചപ്പോൾ ഓരോ 60 സെക്കൻഡിലും 120 സെക്കൻഡിലും 24 സെക്കൻഡിലും അവ പച്ചയായി മാറുന്നു. രാവിലെ 7 മണിക്ക് സിഗ്നൽ ആരംഭിച്ചപ്പോൾ എല്ലാ ലൈറ്റുകളും പച്ചയായിരുന്നു. അതിനുശേഷം എത്ര സമയം കഴിഞ്ഞ് 3 സിഗ്നലുകളും ഒരേ സമയം വീണ്ടും പച്ചയായി മാറും? സൊല്യൂഷൻ. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ LCM കണ്ടുപിടിച്ചാൽ മതി. അതായത് ഓരോ 60 സെക്കൻഡിലും 120 സെക്കൻഡിലും 24 സെക്കൻഡിലുമാണ് പച്ചയായിട്ട് മാറുന്നത്. അപ്പൊ ഇനി അത് എത്ര സമയത്തിന് ശേഷം 3 സിഗ്നലുകളും ഒരേ സമയം വീണ്ടും പച്ചയായി മാറുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ LCM കണ്ടുപിടിക്കുക. LCM ഓഫ് 60 120
24. LCM കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് തന്നിരിക്കുന്ന സംഖ്യകളിലെ വലിയ സംഖ്യ ബാക്കിയുള്ള സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതായിരിക്കും LCM. അപ്പൊ ഇവിടുത്തെ സംഖ്യകൾ 60, 120, 24 ഇതിലെ വലിയ സംഖ്യ 120 ആണ്. 120 60ന്റെ മൾട്ടിപ്പിൾ ആണ്, 24ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 120 ആയിരിക്കും LCM. അപ്പൊ 120 സെക്കൻഡ് ആണ് വന്നിരിക്കുന്നത്. ആൻസർ കണ്ടുപിടിക്കേണ്ടത് മിനിറ്റിലാണ്. സെക്കൻഡിനെ മിനിറ്റിലോട്ട് മാറ്റാനായിട്ട് 60 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഇത് 120/60 2 മിനിറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ, കുമാരൻ കുറച്ച് ദിവസങ്ങളിലെ പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസത്തിലെ ശരാശരി വരുമാനം 150 രൂപയാണെന്ന് കണ്ടു. ഇതേ രീതിയിൽ തുടർന്നാൽ ജൂൺ മാസത്തിൽ കുമാരന് പാൽ വിൽപ്പനയിൽ നിന്ന് എത്ര രൂപ കിട്ടും? സൊല്യൂഷൻ, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആകെ തുകയാണ്. ശരാശരി ആവറേജ് ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം, ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇവിടെ ടോട്ടൽ എമൗണ്ട് ആകെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ, ശരാശരി ഇൻറ്റു എണ്ണം. അപ്പൊ ഇവിടെ ആവറേജ് ശരാശരി 150 രൂപ. നമ്പർ ജൂൺ മാസത്തിലെ എത്ര രൂപ കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ജൂൺ മാസത്തിൽ 30 ദിവസമാണുള്ളത്. അപ്പം നമ്പർ 30 ആയിരിക്കും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് 150 ഇൻറ്റു നമ്പർ 30. 150 ഇൻറ്റു 30 4500 രൂപയാണ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബസ് യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ശരാശരി 20 കിലോമീറ്റർ പെർ അവർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്രയാണ്? സൊല്യൂഷൻ, ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് സെയിം ആയാൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ആവറേജ് സ്പീഡ് S ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2. അപ്പൊ ഇവിടെ S1 30 കിലോമീറ്റർ പെർ അവർ, S2 20 കിലോമീറ്റർ പെർ അവർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആവറേജ് സ്പീഡ് S ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 30 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 20 50. (24 കിലോമീറ്റർ പെർ അവർ ആണ് ആൻസർ. ഓപ്ഷൻ ബി. അത് വയസ്സ് ചെയ്താൽ പറയാൻ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ഒന്നുകൂടി. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പു പി എന്ന സ്ഥലത്ത് നിന്ന് 3-2 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച ശേഷം 1.75 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. എങ്കിൽ പിയിൽ നിന്ന് ഇപ്പോൾ അവൻ എത്ര ദൂരെയാണ്? സൊല്യൂഷൻ, ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. അപ്പൊ ഡയറക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഇതെല്ലാവർക്കും അറിയായിരിക്കും. വെസ്റ്റും ഈസ്റ്റും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അത് ഓർത്ത് വെക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡിലാണ് വെസ്റ്റ് വരുന്നത്, അപ്പം റൈറ്റ് സൈഡിലായിരിക്കും ഈസ്റ്റ് വരുന്നത്. ഈ ലെഫ്റ്റും വെസ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ അത് വെച്ച് ലെഫ്റ്റ് സൈഡിലാണ് വെസ്റ്റ് വരുന്നതെന്ന് ഓർക്കുക. ലെഫ്റ്റ് വെസ്റ്റ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് വരും, റൈറ്റ് സൈഡിൽ ഈസ്റ്റ് വരും. ഓക്കെ. അപ്പൊ ഇനി ഇവിടെ അപ്പു പി എന്ന സ്ഥലത്ത് നിന്ന് 3-2 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ ഈ പോയിന്റ് ഇവിടെ പി ആയിട്ട് എടുക്കുക. കിഴക്കോട്ട് 3-2 കിലോമീറ്റർ സഞ്ചരിച്ചു. ശേഷം
1 75 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. അതായത് ഇവിടുന്ന് 1 75 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു, ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് 1 75 കിലോമീറ്റർ. അപ്പൊ ഈ ഈസ്റ്റ് തൊട്ട് വെസ്റ്റ് വരെയുള്ള ഇത്രയും ദൂരം 1 75 കിലോമീറ്റർ ആണ്. എങ്കിൽ പിയിൽ നിന്ന് ഇപ്പോൾ അവൻ എത്ര ദൂരെയാണ്? ഇതാണ് പി, ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ദൂരം കണ്ടുപിടിക്കണം, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത് ഇത്ര, ഈ വെസ്റ്റ് തൊട്ട് ഈസ്റ്റ് വരെ ഇത് ടോട്ടല് ഇത്രയും 1 75 കിലോമീറ്റർ ആണുള്ളത്. പി തൊട്ട് ഈ വരെ 3-2 കിലോമീറ്റർ ആണെങ്കിൽ ഈ പി തൊട്ട് ഡബ്ല്യു വരെ 1 75 നിന്ന് 3-2 കുറച്ചാൽ മതി, അതായിരിക്കും ഇത്രയും. അപ്പൊ ഇവിടെ 1 75 മൈനസ് 3-2 ഈസ് ഈക്വൽ ടു 7 7 5 12. 12/7 മൈനസ് 3-2 ഈസ് ഈക്വൽ ടു 7 3 21. 21 7 3 21. 12 3 36 മൈനസ് 3 7. 7 2 14. 36 മൈനസ് 14 22. 22/21 ഈസ് ഈക്വൽ ടു 21 21 1 22. അപ്പൊ 1 21 1 ദൂരം പടിഞ്ഞാറ് ഡയറക്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ ബി, 1 21 1 കിലോമീറ്റർ വെസ്റ്റ് ഡയറക്ഷനിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 5 12 31 68 ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെ വന്നിരിക്കുന്നത് നോക്കുക. ഇത് വന്നിട്ടുള്ളത് 1 ക്യൂബ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 5, 2 ക്യൂബ് പ്ലസ് 4 8 പ്ലസ് 4 12, 3 ക്യൂബ് പ്ലസ് 4 27 പ്ലസ് 4 31, 4 ക്യൂബ് പ്ലസ് 4 64 പ്ലസ് 4 68. അപ്പൊ ഇത് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിനോട് കൂടി 4 കൂട്ടിയിരിക്കുവാണ്. അപ്പൊ ഇനി 4 ക്യൂബ് പ്ലസ് 4 കഴിഞ്ഞാൽ അടുത്തത് 5 ക്യൂബ് പ്ലസ് 4 ആയിരിക്കും. 5 ക്യൂബ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 5 ക്യൂബ് 125 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 129. 129 ആണ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ചിത്രങ്ങളിൽ അടുത്ത ചിത്രമായി വരുന്നത് ഏത്? സൊല്യൂഷൻ. ഇതെങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ 12 15 27, അതായത് 12ഉം 15ഉം കൂടെ ആഡ് ചെയ്താൽ 27 കിട്ടും. 12 പ്ലസ് 15 27. ഇത് വന്നിട്ടുള്ളത് 14 18 32. അപ്പൊ ഇവിടെ 14ഉം 18ഉം കൂടെ ആഡ് ചെയ്താൽ 32 കിട്ടും. അടുത്തത് 16 21 37. 16ഉം 21ഉം കൂടെ ആഡ് ചെയ്താൽ 37 കിട്ടും. അതായത് ഈ താഴത്തെ 2 സർക്കിളിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മുകളിലത്തെ സർക്കിളിലുള്ളത് കിട്ടും. അപ്പൊ ഇവിടെ അങ്ങനെ വരുന്ന ഏതെന്ന് നോക്കുക. ഓപ്ഷൻ എയില് 18 20, 20ഉം 18ഉം 38 അങ്ങനെയല്ല വന്നിരിക്കുന്നത്, മുകളിൽ 47 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി നോക്കാം. താഴത്തെ 2 സർക്കിളിലുള്ളത് 19 പ്ലസ് 24, 19 24ഉം 43. മുകളിൽ വരേണ്ടത് 43 ആണ്, 41 ആണ് വന്നിരിക്കുന്നത്. അപ്പം ബി യു അല്ല. അടുത്തത് ഓപ്ഷൻ സിയില് താഴത്തെ സർക്കിളിലുള്ളത് 18 പ്ലസ് 23, 23ഉം 18ഉം 41, 41 ആണ് വരേണ്ടത്. മുകളിൽ വന്നിരിക്കുന്നത് 42 ആണ്. അപ്പൊ സി യു അല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആയിരിക്കും. ഡിയിൽ വന്നിട്ടുള്ളത് താഴത്തെ സർക്കിളിലത് 18 പ്ലസ് 24, 24ഉം 18ഉം 42. മുകളിലത്തെ സർക്കിളിൽ താഴത്തെ ആഡ് ചെയ്യുമ്പോഴാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. 18 പ്ലസ് 24
ഈസ് ഈക്വൽ ടു 42. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ചിത്രങ്ങൾ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? സൊല്യൂഷൻ. ഇവിടെ ഇത് 4 ഭാഗത്തിൽ ഒരു ഭാഗം മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് 4-1. ഇതും അതുപോലെ തന്നെ 4 ഭാഗത്തിൽ ഒരു ഭാഗം മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതും 4-1. ഇവിടെ 4 ഭാഗത്തിൽ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും 4-1 ഈസ് ഈക്വൽ ടു, ഇവിടെ 4 ഭാഗത്തിൽ 3 ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 4-3 വരും. അപ്പൊ ഇവിടെ 4-3 വന്നിരിക്കുന്നത് 4-1 പ്ലസ് 4-1 പ്ലസ് 4-1, അത് ഈസ് ഈക്വൽ ടു 4-3 ഇങ്ങനെ വരും. പിന്നെ ഇത് മറ്റൊരു രീതിയിൽ എടുത്താൽ ഇവിടെ 3 4-1 ചേർന്നാണ് 4-3 വന്നിരിക്കുന്നത്. 3 4-1 ചേർന്നാണ് 4-3. അതായത് 3 4-1 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 4-1 ഈസ് ഈക്വൽ ടു 4-3. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചുവടെയുള്ള ചിത്രങ്ങൾ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? അപ്പൊ ഈ ഓപ്ഷനിലുള്ള സംഖ്യ എന്ന് പറയുന്നത് 3 ഇൻറ്റു 4-1 ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി 3 ഇൻറ്റു 4-1 ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചതുരത്തിലെ വിട്ടുപോയ കളത്തിലെ സംഖ്യ ഏത്? സൊല്യൂഷൻ. അപ്പൊ ഇതെങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം. ആദ്യം ഈ റോ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 2 7 9 6 15. അപ്പൊ ഈ റോ ഫസ്റ്റ് റോ ആഡ് ചെയ്തപ്പോൾ 15 കിട്ടി. അതുപോലെ സെക്കൻഡ് റോ 9 5 14 1 15. സെക്കൻഡ് റോയിലെ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴും 15 കിട്ടി. അപ്പൊ ഇവിടെ തേർഡ് റോയിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടണം. അപ്പൊ ഇത് 4 8 12, 12 3 ആയിരിക്കും 15. ഇവിടെ 3 വരുമ്പോഴാണ് ടോട്ടൽ 15 ആകുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി 3 ആണ്. ഇനി ഈ കോളം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. 2 9 11 11 4 15. ഫസ്റ്റ് കോളം ആഡ് ചെയ്തപ്പോൾ 15 ആണ് കിട്ടിയത്. ഇനി ഈ ലാസ്റ്റ് കോളം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 6 1 7 8 15 ആണ്. അപ്പം ഇവിടെ വരേണ്ടത് 7 5 12, ടോട്ടൽ വരേണ്ടത് 15 ആണ്. അപ്പൊ 12 3 ആണ് 15. അങ്ങനെ നോക്കിയാലും കോളം ആഡ് ചെയ്ത് നോക്കുമ്പോഴും 3 തന്നെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ റോയും കോളവും ഒക്കെ ഒന്ന് നോക്കുക എങ്ങനെയാ വരുന്നതെന്ന്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, -3 ഇൻറ്റു 5 - 2 പ്ലസ് -3 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോഡ്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കണം. അപ്പൊ ഇവിടെ ആദ്യം ബ്രാക്കറ്റിലുള്ള കാൽക്കുലേഷൻ ചെയ്യാം. അപ്പൊ ഇത് 5 - 2, 5 - 2 3 ആണ്. അപ്പൊ ഈ ബ്രാക്കറ്റ് അങ്ങ് പോയി കിട്ടും. അപ്പൊ ഇത് -3 ഇൻറ്റു 3 പ്ലസ് -3 ഇൻറ്റു 0 0, -3 ഇൻറ്റു 3 -9, -9 പ്ലസ് 0 -9, -9 ആണ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. പേന, യൂണിഫോം, പുസ്തകം, പെൻസിൽ. സൊല്യൂഷൻ. പേന, പുസ്തകം, പെൻസിൽ ഇത് മൂന്നും എഴുതാനും വായിക്കാനുമുള്ള പഠന സാമഗ്രികളാണ്. യൂണിഫോം ഒരു വസ്ത്രമാണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി യൂണിഫോം ആണ് ഒറ്റയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, സമാന ബന്ധം കണ്ടെത്തുക. വൃത്തസ്തംഭം 3, അർദ്ധഗോളം ഡാഷ്. സൊല്യൂഷൻ. ഇതെങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം. വൃത്തസ്തംഭം എന്ന് വെച്ചാൽ സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ ഷേപ്പ് ഇങ്ങനെ വരും. അർദ്ധഗോളം എന്ന് വെച്ചാൽ ഗോളത്തിന്റെ പകുതി, ഹെമിസ്ഫിയറിന്റെ ഷേപ്പ്
ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ വൃത്തസ്തംഭത്തിനാണെങ്കിൽ 1, 2, 3 ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. അതായത് ഈ താഴെ മുകളിലുള്ള സർക്കിള് പോലത്തെ 2 ഭാഗം, പിന്നെ ഈ ഒരു ഭാഗവും കൂടെ, അങ്ങനെ 3 ഭാഗമുണ്ട്. അർദ്ധഗോളത്തിനാണെങ്കിൽ താഴെയുള്ള ഈ സർക്കിൾ ഷേപ്പിലുള്ള പരന്ന ഭാഗവും പിന്നെ ഈ മുകളിലുള്ള ബൗൾ ഷേപ്പിലുള്ള ഭാഗവും, ഇങ്ങനെ 2 ഭാഗങ്ങളാണ് അർദ്ധഗോളത്തിനുള്ളത്. അപ്പം വൃത്തസ്തംഭം 3 ആണെങ്കിൽ അർദ്ധഗോളം 2 വരും. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ദ്വിമാന രൂപങ്ങൾ തരംതിരിച്ച് എഴുതുക. സൊല്യൂഷൻ. ദ്വിമാന രൂപങ്ങൾ എന്ന് വെച്ചാൽ അതിന് നീളവും വീതിയുമാണുള്ളത്. അപ്പം വൃത്തം, സപ്തഭുജം, ഷഡ്ഭുജം ഇത് 3 ദ്വിമാന രൂപങ്ങളാണ്, നീളവും വീതിയാണുള്ളത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി 1, 2, 4. വൃത്തസ്തൂപിക ഒരു ത്രിമാന രൂപമാണ്. ത്രിമാന രൂപത്തിന് നീളവും വീതിയും ഉയരവും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രുതിയുടെ പിതാവ് ശ്രുതിയുടെ മുത്തച്ഛനേക്കാൾ 26 വയസ്സ് ഇളയതും ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതലുമാണ്. മൂവരുടെയും പ്രായത്തിന്റെ ആകെ തുക 135 വർഷമാണ് എങ്കിൽ ശ്രുതിയുടെ വയസ്സ് എത്ര? സൊല്യൂഷൻ. ശ്രുതിയുടെ വയസ്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ശ്രുതിയുടെ പിതാവ് ശ്രുതിയുടെ മുത്തച്ഛനേക്കാൾ 26 വയസ്സ് ഇളയതാണ്. അപ്പൊ ശ്രുതിയുടെ പിതാവ് ഫാദർ എഫ് ഇസ് ഈക്വൽ ടു മുത്തച്ഛനേക്കാൾ 26 വയസ്സ് ഇളയതാണ്. അപ്പൊ ഗ്രാൻഡ് ഫാദർ മൈനസ് 26, എഫ് ഇസ് ഈക്വൽ ടു ഗ്രാൻഡ് ഫാദർ മൈനസ് 26 എന്ന് വരും. ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതലാണ് ശ്രുതിയുടെ അച്ഛന്. അപ്പൊ ശ്രുതിയുടെ ഫാദർ ഇസ് ഈക്വൽ ടു ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതൽ, എസ് പ്ലസ് 29. മൂവരുടെയും പ്രായത്തിന്റെ ആകെ തുക 135 വർഷം. അതായത് ഗ്രാൻഡ് ഫാദർ, ഫാദർ, ശ്രുതി ഇവരുടെ 3 പേരുടെ വയസ്സുകളുടെ ആകെ തുക 135. ഇതിൽ നിന്ന് ശ്രുതിയുടെ വയസ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഈ ഒരു ഇക്വേഷനെ എഫിന്റെ ടൈമിലോട്ട് മാറ്റാം. എന്നിട്ട് ഫാദറിന്റെ വയസ്സ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ശ്രുതിയുടെ വയസ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ഗ്രാൻഡ് ഫാദർ ജീനെ എഫിന്റെ ടൈമിലോട്ട് മാറ്റുമ്പോൾ ഗ്രാൻഡ് ഫാദർ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് 26 എന്ന് വരും. അതുപോലെ എസ് ശ്രുതിനെ എഫിന്റെ ടൈമിലോട്ട് മാറ്റുമ്പോൾ ശ്രുതി എസ് ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 29 എന്ന് വരും. അപ്പൊ ഇവിടെ വാല്യൂസ് കൊടുക്കുക. ഇവിടെ ഗ്രാൻഡ് ഫാദർ എഫ് പ്ലസ് 26 പ്ലസ് എഫ് ഫാദർ എഫ് പ്ലസ് എസ് എഫ് മൈനസ് 29 ഈസ് ഈക്വൽ ടു 135. അപ്പൊ ഇവിടെ എഫ് 3f minus 29 plus 26 minus 3 is equal to 135. But 3f is equal to 135 plus 3, 138. Therefore, f is equal to 138 divided by 3. 3 4 12 3 6 18 46. അപ്പൊ ഫാദറിന് 46 വയസ്സാണ്. അപ്പൊ ശ്രുതിക്കോ ഫാദറിനേക്കാൾ 29 വയസ്സ് കുറവാണ്. അപ്പൊ ശ്രുതിയുടെ വയസ്സ് എഫ് മൈനസ് 29 ഈസ് ഈക്വൽ ടു 46 മൈനസ് 29 17 ആണ്. 17 വയസ്സാണ് ശ്രുതിക്കുള്ളത്. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.